ബാക്ക് ടു മൈ ചാനൽ റോക്സ്റ്റാർ സത്യ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ്. അതായത് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നോർമലി നമ്മൾ ഫേസ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീക്കിലി ട്വൈസോ വൺസോ ഒക്കെയാണ് ചെയ്യാറ്. അപ്പം ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്തുള്ള പിമ്പിൾസ്, സ്കാർസ് ഇതൊക്കെ വന്നിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള നേച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സത്യ. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. കൂടെ കുറച്ച് ഫാഷൻ വീഡിയോസ് വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെൽ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ ബൗൾ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ, അതാണ് എപ്പോഴും സേഫ്. അപ്പം അതിലോട്ട് ഒരു 1.5 സ്പൂൺ റെഡ് സാൻഡൽ പൗഡർ, അതായത് രക്തചന്ദനം എടുക്കുക. ഞാനിവിടെ വാങ്ങിച്ച രക്തചന്ദനമാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ നിങ്ങൾ സാൻഡൽ പൊടിച്ചതുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പം എപ്പോഴും അത് തന്നെയാണ് നല്ലത്, ഓർഗാനിക്. അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുമ്പം അത് രണ്ടും കൂടി മിക്സ് ചെയ്യാനുള്ള അളവ്, അതായത് രക്തചന്ദനവും കോക്കനട്ട് ഓയിലും മിക്സ് ചെയ്യാനുള്ള ഒരളവ്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കിയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് നിങ്ങൾ ഒരുപാട് ഫൈനാവില്ല. അതായത് എണ്ണയാണല്ലോ നമ്മൾ മിക്സ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ നമ്മൾ റോസ് വാട്ടർ മധുരമൊന്നും മിക്സ് ആവില്ല. കുറച്ച് റഫായിട്ട് തന്നെ മിക്സ് ആവുള്ളൂ. അപ്പം അത് നമ്മളുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു രക്തചന്ദനം എന്ന് പറയുന്നത് നമ്മളുടെ മുഖത്തുള്ള പിമ്പിൾസ്, സ്കാർസ് ഇതൊക്കെ പോവാനൊക്കെ വളരെ നല്ലതാണ്. അതുമാത്രമല്ല റെഡ് സാൻഡൽ പൗഡറിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അതൊക്കെ നമ്മളുടെ സ്കിന്നിന് വളരെ നല്ല ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇത് നമ്മളൊരു 10 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യണം. അപ്പം ഡ്രൈ ആയിട്ട് വാഷ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. വൈപ്പ് ചെയ്തതിന് എടുത്തിട്ട് വേണം ഫേസ് വാഷ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ശ്രദ്ധിക്കാതെ ഫസ്റ്റ് വൈപ്പ് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിമ്പിൾസ്, സ്കാർസ് ഇതൊക്കെ റിമൂവ് ആവും. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഡ്രൈ ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കുക, വൈപ്പ് ചെയ്യുക. ആ ഡ്രൈ ആയ സാൻഡൽ പൗഡർ വൈപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. അതിന് ശേഷം കുറച്ച് അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ തരിക, മെയിലായിട്ടോ മെസ്സേജായിട്ടോ കമൻ്റായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇത് നിങ്ങൾ ദിവസവും ചെയ്ത് നോക്കുക. ഒരാഴ്ചത്തോളം നിങ്ങൾ ഡെയിലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു നല്ല ബ്യൂട്ടി കെയർ, സ്കിൻ കെയർ, മേക്കപ്പ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.